പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ചില ഗുണമേന്മ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ചില ഗുണമേന്മ ചിഹ്നങ്ങൾ, അതായത് ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഇത്തരം കുറേ ചിഹ്നങ്ങളുണ്ട്. ഇതൊന്നുമല്ല, ഒരുപാട് ചിഹ്നങ്ങൾ വേറെയുണ്ട്. ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇതപ്പോൾ ഇവിടെ ഒരു ചിഹ്നം കാണാം, ഇവിടെ ഒരു ചിഹ്നം കാണാം, ഇവിടെ ഒരു ചിഹ്നം കാണാം. ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിച്ച് ആ സാധനം വാങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിഹ്നങ്ങളൊക്കെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ മേലെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം കാണുന്നത് ISI മാർക്കാണ്. ISI മാർക്ക് സാധാരണ ഏതിൻ്റെ മേലെയാണ് കാണാൻ നോക്കാം. ആദ്യം ISI മാർക്കാണെങ്കിലും ഈ പറയുന്ന ഈ ചിഹ്നങ്ങളൊക്കെ നൽകുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് ഈ ചിഹ്നങ്ങൾ നൽകുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS എന്ന് പറയും. നമ്മൾ ചില പരസ്യങ്ങൾ BIS ഹോൾമാർക്ക്, അതായത് ചില സ്വർണ്ണങ്ങളിലൊക്കെ കാണാം BIS ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണമാണ്. അതായത് BIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇവരാണ് നമ്മുടെ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം തീരുമാനിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഉള്ളതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, ക്വാളിറ്റി കുറഞ്ഞതാണോ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറുകൾ വരുമോ, ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആരാണ് ഉറപ്പാക്കുന്നത്? BIS ആണ് ഉറപ്പാക്കുന്നത്. അങ്ങനെ BIS എന്ത് ചെയ്യാണ്? ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. ISI എന്ന് പറഞ്ഞ ചിഹ്നം പല പ്രൊഡക്റ്റുകൾക്കും ആര് നൽകാറുണ്ട്? BIS നൽകാറുണ്ട്. നല്ല ഗുണനിലവാരമുള്ളതാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് ISI മുദ്ര നൽകും. എല്ലാ പ്രൊഡക്റ്റിനുമല്ല, സാധാരണ ഇവിടെ പറയുന്ന പ്രൊഡക്റ്റുകളുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളിലൊക്കെ നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ഈ ISI മുദ്ര കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എല്ലാ പ്രൊഡക്റ്റിലുമില്ല, ഇത്തരം പ്രൊഡക്റ്റിലൊക്കെയാണ്. സിമെൻറ്റിൽ, പേപ്പറിൽ, പെയിൻറ്റിൽ, ഗ്യാസ് സിലിണ്ടറിലൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ISI മുദ്ര ഉണ്ടല്ലോ. ISI മുദ്ര ആരാ നൽകാറുള്ളത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് നൽകാറുള്ളത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ISI മുദ്ര മാത്രമല്ല, വേറെയും പല മുദ്രകൾ, ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ISI മുദ്രയാണ് BIS നൽകാറുള്ളത്. അടുത്തത് അഗ്മാർക്ക്. ഇങ്ങനൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ചിത്രമാണ് അഗ്മാർക്ക്. അഗ്മാർക്ക് എന്താണെന്ന് നോക്കാം നമുക്ക്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ നെല്ല്, ഗോതമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ വന ഉൽപ്പന്നങ്ങൾ, തേനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കാട്ടിൽ നിന്നെടുത്തതോ അല്ലെങ്കിൽ കൃഷി ചെയ്തെടുക്കുന്നതോ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ അതിൻ്റെ ഗുണമേന്മ നമുക്ക് അഗ്മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാം. ഗവൺമെൻറ് ഇത് ഗുണമേന്മ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി FSI, ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ശ്രദ്ധയിൽ കേട്ടിട്ടുണ്ടാകും ഈ ചിഹ്നം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. നമ്മൾ പാക്ക്ഡ് ആയിട്ട് വാങ്ങുന്ന ഐറ്റംസിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കാണാം. ഫുഡ് സെക്യൂരിറ്റി സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അത് ഭക്ഷ്യസുരക്ഷയാണ്. ഈ ഭക്ഷ്യസുരക്ഷ ഇവർ പാക്ക്ഡ് ഐറ്റംസിൻ്റെ പുറത്ത് മാത്രമല്ല, പല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. അങ്ങനെയാണ് ഇത്തരം ചിഹ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഹോട്ടലുകളുടെ മേലൊക്കെ ഈ ചിഹ്നം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പാക്ക്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ മേലൊക്കെ ഇത് ഉണ്ടാവും. ഇതില്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. ഓക്കെ, ഉപഭോക്താക്കളെ ബോധവാന്മാരാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഉൽപ്പന്നങ്ങളുടെ ലേബലിന്മേൽ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഉള്ള ചില ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ചിഹ്നങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓക്കെ, ഈ ചിഹ്നം കാണുകയാണ്, ഓക്കെ ഇത് കുഴപ്പമില്ല, ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്ന്. നല്ലതാണെന്ന് നമ്മൾ പറയല്ല, പക്ഷേ മിനിമം അതിൻ്റെ ഗുണനിലവാരം ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചിഹ്നങ്ങളൊക്കെ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഗുണമേന്മ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഓരോ ഉൽപ്പന്നങ്ങളുടെ ലേബലിന്മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൻ്റെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ മേലെ ഇത്തരം ചിഹ്നങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനർത്ഥം ഇതെല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ഇതിനർത്ഥം മിനിമം ഒരു ഗ്യാരണ്ടി അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതുപോലും ഇല്ലെങ്കിലോ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പാക്ക്ഡ് ആയിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ കോള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ഐറ്റംസിലൊക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചിഹ്നം ഇല്ലെങ്കിൽ, FSIയുടെ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പല ചിഹ്നങ്ങളും കാണാം. ഇവിടെ നമുക്ക് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ അതാണ്. അവിടെ നമുക്ക് ചിഹ്നം കാണുന്നുണ്ടോ? ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു ചിഹ്നം കണ്ടോ? ഇല്ല. ഇവിടെ ഒരു ചിഹ്നം കാണാം.
ഇത് വെജിറ്റേറിയൻ ആണെന്നുള്ളൊരു ചിഹ്നം. ഇതിനകത്ത് എന്താണ് വെജിറ്റേറിയൻ കണ്ടൻസ് മാത്രമാണ്, സസ്യങ്ങളെ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിനകത്ത് പിന്നെ ചില റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചിഹ്നമൊക്കെയാണ്, അല്ലാതെ വേറെ ചിഹ്നങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഇത് റീസൈക്കിൾ ചിഹ്നമാണ്. പിന്നെ അത്തരത്തിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു ചിഹ്നങ്ങളും ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടില്ല. വെജിറ്റേറിയൻ ചിഹ്നമൊന്നും, ഈ പച്ച കാണുകയാണെങ്കിൽ വെജിറ്റേറിയൻ ആണ്, റെഡാണ് ഇതിന് പകരം കാണുന്നതെങ്കിൽ അതിനർത്ഥം അത് നോൺ വെജിറ്റേറിയൻ ആണ്, അതായത് മാംസം കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഓക്കെ. ഇനി അശ്രദ്ധയും അറിവില്ലായ്മയും കബളിപ്പിക്കപ്പെടലും. നമ്മുടെ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതായിരിക്കാം നമ്മളെ കബളിപ്പിക്കപ്പെടുന്നതിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് സാധനങ്ങൾ വാങ്ങുമ്പോൾ? പലപ്പോഴും ഉപഭോക്താവിൻ്റെ അശ്രദ്ധ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നേരെ അതിൻ്റെ പുറത്തൊന്നും വാങ്ങിച്ച് വെക്കാതെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ കടക്കാരൻ പറയുന്ന പൈസ കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഇത് തിന്നതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുക. അപ്പോൾ അശ്രദ്ധയല്ല, ശ്രദ്ധിച്ച് വാങ്ങുക. നിങ്ങളൊരു സാധനം വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്തൊക്കെ നോക്കി, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചതിന് ശേഷം വാങ്ങാം. അശ്രദ്ധയും അജ്ഞതയും അറിവില്ലായ്മയാണ് അടുത്തത്. അജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല, ചിഹ്നമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് ഇന്ന സാധനങ്ങളൊക്കെ നോക്കണോ എന്നുള്ള അറിവില്ലായ്മ. അപ്പോൾ ഇതാണ് കബളിപ്പിക്കപ്പെടലിന് കാരണമാകാറ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യാവലിയിൽ നിങ്ങളുടെ കുടുംബത്തിന് ബാധകമായവ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി മാർക്ക് ചെയ്ത് സ്വയം വിലയിരുത്താൻ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ? ചോദ്യാവലി. സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അളവും തൂക്കവും ശരിയാണോ എന്ന് പരിശോധിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും പരിശോധിക്കാറുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ പരിശോധിക്കാറുണ്ട്. വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെ പരമാവധി കാലയളവ് നിരീക്ഷിച്ചിട്ടുണ്ടോ? എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. നിങ്ങൾ നോക്കാറുണ്ടോ? സാധനങ്ങളിൽ രേഖപ്പെടുത്തിയ വിലയും ബില്ലിൽ അടിച്ച വിലയും തമ്മിൽ ഒത്തു നോക്കാറുണ്ട്. പലർക്കും തെറ്റിപ്പോകുന്നതാണ്. എനിക്ക് വല്ലപ്പോഴുമാണ് നോക്കുക. ചിലപ്പോൾ ഈ സാധനത്തിൻ്റെ വില ഒന്നായിരിക്കും, ചിലപ്പം ബില്ലിൽ അടിച്ച വില വേറൊന്നായിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ കൂട്ടിയിടും. കേടുപാട് കൂടിയ സാധനങ്ങൾ കടകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും ചിലപ്പം കേട് വന്ന ബ്രെഡ് ഐറ്റംസുകളൊക്കെ കിട്ടാറുണ്ട്. ഉൽപ്പന്നത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും, എല്ലാം വായിച്ച് നോക്കാറില്ല, പക്ഷെ പലപ്പോഴും ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനകത്ത് നമുക്ക് ഹാനികരമായ എന്തെങ്കിലും ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഉൽപ്പന്ന ലേബലുകളിൽ നിർമ്മാണ തീയതി പരിശോധിക്കുക, മാനുഫാക്ചർ ഡേറ്റ്, പലപ്പോഴും ഇതെന്നാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ? അപ്പം ഇനി വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെ വാറൻറ്റി ഗ്യാരൻറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ? വല്ലപ്പോഴും നോക്കാറുണ്ട്. അതായത് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാസത്തിനുള്ളിൽ കേട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വാറൻറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം സാധനം തരും, വേറൊരു പുതിയ സാധനം തരും. ഗ്യാരൻറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം അതിൻ്റെ ആ കേട് എന്താണോ അത് തീർത്ത് തരും. അപ്പോൾ അതാണ് സാധാരണ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോഴാണ് ഈ വാറൻറ്റി ഗ്യാരൻറ്റി. അത് നോക്കണം കേട്ടോ, വാറൻറ്റിയും ഗ്യാരൻറ്റി ഉണ്ടോ എന്ന്. ഉൽപ്പന്നങ്ങളുടെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മുന്നറിയിപ്പുകൾ എപ്പോഴും നമ്മൾ വായിച്ച് നോക്കേണ്ട കാര്യമാണ്. എന്താണ്? ഉൽപ്പന്നങ്ങളുടെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മുന്നറിയിപ്പുകൾ വായിക്കണം നമ്മൾ. ചിലപ്പോൾ ചിലത് സാധനങ്ങൾ ഇന്ന ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ, ചിലപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല, കുട്ടികളുടെ അടുത്ത് വെക്കാൻ പാടില്ല, അങ്ങനെ കുറേ മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഉൽപ്പന്ന ലേബലിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും അവയുടെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് വാങ്ങാറുള്ളത്. ഞാനത് പഠിച്ചതുകൊണ്ട് നിങ്ങളും അത് ഇനി പഠിച്ചതുകൊണ്ട് ഇനി നിങ്ങൾ നോക്കും അല്ലേ? ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ അവയുടെ പരസ്യത്തിൽ നൽകിയവ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താറുണ്ടോ? എപ്പോഴും നോക്കും. നമ്മൾ പരസ്യത്തിൽ ഈ ഓൺലൈനിൽ വാങ്ങുന്ന സാധനം അവരുടെ നല്ല സാധനങ്ങളായിരിക്കും. അത് വാങ്ങിച്ച ആൾക്കാരുടെ ഫോട്ടോസ്, അത് വാങ്ങിച്ച ആൾക്കാരുടെ റിവ്യൂ ഫോട്ടോസുകൾ കൂടി നോക്കിയതിന് ശേഷമേ നിങ്ങളത് വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിൽ കാണുന്നത് ഒരു ഫോട്ടോ, നമുക്ക് കിട്ടുന്നത് വേറെ ഫോട്ടോ. നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ അടിയിൽ റിവ്യൂസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരിക്കും, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനലി ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നല്ല കടും നിറത്തിലുള്ളൊരു ഫോട്ടോ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. പക്ഷേ ഒറിജിനലി ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അത്രത്തോളം ചിലപ്പോൾ നിറമോ ക്വാളിറ്റിയോ ഉണ്ടായിരിക്കുള്ളന്നില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം. ഇങ്ങോട്ട് അത് നോക്കാം. ലീഗൽ മെട്രോളജി വിഭാഗം നിഷ്കർഷിച്ചിട്ടുള്ള തൂക്കുകട്ടകൾക്ക് പകരമായി വഴിയോര കച്ചവടക്കാർ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് നമ്മുടെ ഓരോ കടയിലും ഏത് തരം മെഷീനുകളാണ് തൂക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ സാധനങ്ങൾ വെയിറ്റ് തൂക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഈ തൂക്കാൻ ഉപയോഗിക്കുന്ന കട്ടികളുണ്ട്, ഇരുമ്പ് കട്ടികളുണ്ട്. പല ആൾക്കാരും കട്ടികൾക്ക് പകരം കല്ല് ഉപയോഗിക്കും.
കല്ല് നമുക്ക് കൃത്യമായിട്ട് ഇത്ര കിലോയുടെ കല്ല് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാരും അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യാറ്. ഈ തെരുവോര കച്ചവടക്കാരാണ് ഇത് പലപ്പോഴും ചെയ്യുന്ന ആൾക്കാർ. ശരിക്കും എല്ലാ കൃത്യമായിട്ട് നമ്മുടെ ലീഗൽ മെട്രോളജി വിഭാഗം ഈ അളക്കാൻ വേണ്ടിയിട്ട് ഇന്ന പാത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ലിക്വിഡ് ദ്രാവകാവസ്ഥയിൽ മണ്ണെണ്ണ വെളിച്ചെണ്ണയൊക്കെയാണെങ്കിൽ അളക്കാൻ ഇന്ന അളവ് പാത്രം, പെട്രോളൊക്കെ ആണെങ്കിൽ അത് ഇന്ന പാത്രത്തിലാണ് അളന്ന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തൂക്കി കൊടുക്കേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന ടൈപ്പിലുള്ള ഇലക്ട്രിക് മെഷീനുകളാണ് അല്ലെങ്കിൽ ഇന്ന ത്രാസുകളാണ്, തുലാസുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്, അല്ലാതെ അതിൻ്റെ അവിടെ വേറെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വാഹനത്തിൽ ഇന്ധനം നിറക്കുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സാന്ദ്രത പരിശോധിച്ചിട്ടുണ്ടോ? അത് വല്ലപ്പോഴുമാണ് നമ്മൾ നോക്കാറുള്ളത് അല്ലേ, കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തതിന് ശേഷം മീറ്റർ റീഡിങ്ങിൽ കാണിക്കുന്ന യാത്രാക്കൂലി തന്നെയാണ് കൊടുക്കാറുള്ളത്. പല ഓട്ടോക്കാരും നമ്മളോട് പറയും നമുക്ക് യാത്ര ചെയ്യാനും മീറ്റർ ഉണ്ട്, ഓട്ടോയിലാണെങ്കിൽ ടാക്സിയിലാണെങ്കിലൊക്കെ ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന്. അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ആ മീറ്ററിൽ കാണിക്കും, അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ പല ഓട്ടോക്കാരും എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് അതല്ല മീറ്ററിൽ കാണിക്കുന്ന പൈസ, ചിലപ്പോൾ മീറ്റർ അവർ ഇടൂല, എന്നിട്ട് അവർ തോന്നിയ പൈസ പറയും. അപ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ട പൈസയേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവർ ഈ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ മോശം അവസ്ഥയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ചെയ്യുക. ചില ആൾക്കാർ കുറച്ച് ദൂരത്തേക്കുള്ളതിന് വേറെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് മീറ്റർ റീഡിങ്ങിലുള്ള പൈസ വാങ്ങിക്കും. എന്തായാലും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭിന്നശേഷി സൗഹൃദ സാഹചര്യം എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ ഷോപ്പിംഗ് മാളുകളിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം, ഈ നമ്മുടെ ഭിന്നശേഷിയുള്ള ആൾക്കാർ, നമ്മുടെ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് വേറെ ഉണ്ടായിരിക്കും. അത് നമ്മൾ എപ്പോഴും വേണം, അല്ലാതെ നടക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് കൂടി അവിടേക്ക് എത്തണ്ടേ. സിലിണ്ടറുകളിൽ ലഭിക്കുന്ന പാചക ഇന്ധനം ഘടിപ്പിച്ച് ലീക്ക് ഇല്ല എന്ന് വിതരണക്കാരനെ കൊണ്ട് പരിശോധിപ്പിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യണം. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരോട് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ലീക്കില്ല എന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് ആകെ ചാരമായി പോകും. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ പരാതിപ്പെടാൻ ശ്രമിക്കാറുണ്ടോ? വല്ലപ്പോഴും ഞാൻ 2-3 തവണ പറ്റിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പരാതിപ്പെടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ വിളിച്ച ആൾക്കാരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോൾ അവർ എൻ്റെ പ്രശ്നം തീർത്തു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഇനി ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, വിപണിയിലെ വ്യത്യാസങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉപഭോക്തൃ വിദ്യാഭ്യാസമാണ്. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്? അവകാശങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഒരു സാധനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? വിപണിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? ചിലപ്പോൾ പഴയ വിലയായിരിക്കില്ല, ഇപ്പോൾ വേറെ വില കൂടിയിട്ടുണ്ടായിരിക്കും. ഉപഭോക്തൃ നിയമങ്ങൾ, നമുക്ക് പല നിയമങ്ങളുണ്ട്, കോടതികളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ 2-3 നിയമങ്ങൾ പഠിച്ചു, നമ്മൾ തർക്കപരിഹാര കമ്മീഷനുകൾ കണ്ടു. ഇവയെക്കുറിച്ചൊക്കെ അറിവ് നൽകുക എന്നുള്ളതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക. ഉപഭോക്താക്കൾ അവകാശം മാത്രമല്ല, എന്ത് ചെയ്യണം, ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അതായത് എന്താ, ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എന്ത് ചെയ്യാണ്, നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു, നിങ്ങളത് പോയി പറഞ്ഞു, അത് മാത്രം കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇനി ആരെയും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് പരാതിപ്പെടുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതുജനശ്രദ്ധയിലേക്ക് അവരെത്തിക്കുക. ചിലപ്പോൾ കമ്പനികൾ ചിലപ്പോൾ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം, അവരോട് അത് പറഞ്ഞു കൊടുത്ത് അവരത് തിരുത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, സമൂഹത്തിൽ മൊത്തത്തിൽ നമുക്ക് ഈ പറഞ്ഞ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വ്യാപാരത്തിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക. പലപ്പോഴും നമ്മൾ പൈസ കൊടുക്കും, നമ്മുടെ പൈസ പോവും, സാധനം കിട്ടില്ല. ഓൺലൈനിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേടുവന്ന സാധനങ്ങൾ കിട്ടും, തിരിച്ചെടുക്കില്ല അവർ. ചില സമയത്ത് നമുക്ക് ഓർഡർ ചെയ്ത എല്ലാ സാധനമാവില്ല, വേറെ സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇഷ്ടികാഷനായിരിക്കും. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഓൺലൈനിൽ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള എല്ലാം അടിച്ചുകൊണ്ട് പോകും. വ്യാജ വെബ്സൈറ്റുകൾ, നമ്മൾ യഥാർത്ഥ വെബ്സൈറ്റാണെന്ന് കരുതിയിട്ട് വ്യാജ വെബ്സൈറ്റുകളിലേക്ക് കയറും. അപ്പോൾ എല്ലാ ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പല ലിങ്കുകളുണ്ടായിരിക്കും. വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, വിപണി, നമ്മളൊരു മാർക്കറ്റിൽ
അതിനകത്ത് മാർക്കറ്റിൻ്റേതായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റേതായ ചില ചട്ടങ്ങൾ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ എങ്ങനെ പെരുമാറേണ്ടത്, അതാണ് അവിടുത്തെ ധാർമ്മികത. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നമുക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെറുതെ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയല്ല, നമുക്ക് പരാതിപ്പെടാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്, വെള്ള പേപ്പർ മതി, നിങ്ങൾ ജസ്റ്റ് ഒരു എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പരാതി കൊടുക്കാൻ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. പല മരുന്ന് കമ്പനികളും പല ഹോസ്പിറ്റലുകളും ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ നമ്മൾ രംഗത്തിറങ്ങുക. ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും എന്ത് ലഭിക്കണം? ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ന്യായമായ വിലയിലും ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഒക്കെ സാധനങ്ങൾ ലഭിക്കണം. അപ്പോൾ ആ നീതി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയും സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. നമ്മൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം വഴി നമുക്ക് ഇനി മുതൽ കാര്യങ്ങൾ മനസ്സിലായി. സ്വയം സുരക്ഷാ മൂല്യം നമുക്ക് കിട്ടി. ഇനി മുതൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കും. നമ്മൾ പറ്റിക്കപ്പെട്ടാൽ നമ്മൾ പരാതിപ്പെടും. അപ്പോൾ ഉപഭോക്താക്കൾ ബോധവൽക്കരണം ഉറപ്പാക്കുന്നുണ്ട്. സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇത് തട്ടിപ്പുകളിൽ നിന്നും തെറ്റായ ഇടപാടുകളിൽ നിന്നും സംരക്ഷിതരാകാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. ബോധവൽക്കരണത്തിലൂടെ മികച്ച ഉപഭോക്തൃ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാം. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നതൊരു പ്രത്യേക വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതിലൂടെ പ്രായോഗിക അനുഭവങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സൗകര്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് അതാണ്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ നമ്മുടെ സിലബസിൽ അത് ഉൾപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് പല പ്രായോഗിക അനുഭവങ്ങൾ ഓരോരുത്തർ വന്ന് പറയാം. അങ്ങനെ നമുക്കിത് നിങ്ങളൊക്കെ ഇനി മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഈ സാധനങ്ങളും സേവനങ്ങളും ഒരുപാട് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ കീഴിലായിരിക്കും നിങ്ങൾ. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. വിദ്യാർത്ഥികളിൽ ഉപഭോക്തൃ അവബോധം വളർത്തുന്നതിന് സ്കൂളുകളിലെ ഉപഭോക്തൃ ക്ലബ്ബുകൾ സഹായിക്കുന്നു. ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, ഉണരൂ ഉപഭോക്താവേ എന്ന് പറഞ്ഞിട്ട്, ജാഗോ ഗ്രഹക് ജാഗോ എന്ന് പറയുന്ന നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. സംസ്ഥാന കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ പരാതി നൽകാനായിട്ട് ഈ നമ്പറുകളിൽ വിളിച്ചാൽ മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതോടൊപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പരാതിപ്പെട്ട് പരിഹാരം കാണാനും പ്രാപ്തരാകേണ്ടതുണ്ട്. നമ്മുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ആ പ്രശ്നങ്ങൾക്കെതിരെ പരാതിപ്പെടണം. എന്നിട്ട് പരാതിക്ക് പരിഹാരം കണ്ടെത്തണം. ഒരുപാട് പേര് നഷ്ടപരിഹാരം വരെ നേടിയെടുക്കാറുണ്ട്. ആവശ്യമുള്ള സാധന സേവനങ്ങൾ മാത്രം ഉപഭോഗം നടത്തുന്ന മനോഭാവം നാം വളർത്തേണ്ടതുണ്ട്. ഇപ്പോൾ അടുത്തൊരു ചേച്ചി ഒരു കാറ് വാങ്ങി, ആ കാറിന് ഇത്ര മൈലേജ് പറഞ്ഞു. ആ മൈലേജ് കമ്പനി പറഞ്ഞ മൈലേജ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ചേച്ചി ഉപഭോക്തൃ കോടതിയിൽ പോയി. ചേച്ചിക്ക് എന്ത് ചെയ്തു, ഏകദേശം ഒരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടി. ഓക്കെ, ഇത് സാധന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ജനസമൂഹത്തിന് അവ ലഭിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഇതുവഴി സുസ്ഥിര ഉപഭോഗവും വികസനവും കൈവരിക്കാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. നമ്മൾ അത്തരത്തിലുള്ള വികസനത്തിലേക്ക് നമ്മളെത്തും. ഉൽപ്പാദകരും ഉപഭോക്താക്കളും ബന്ധപ്പെടുന്ന വ്യാപാര മേഖലയിൽ നൈതികത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് വലിയ പങ്കാണുള്ളത്. ഇത് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരും അത് വാങ്ങിക്കുന്ന ആൾക്കാരും അതാണല്ലോ വ്യാപാര മേഖലയിൽ നടക്കുന്നത്. അവിടെയുള്ള നൈതികത എന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു നേരും നിറവും വേണം, സത്യസന്ധത വേണം. ഇവിടെ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉൽപ്പാദകർ തോന്നിയ പോലെ ഉൽപ്പാദിപ്പിക്കും. ഇവിടെ ഈ നിയമങ്ങളും കാര്യങ്ങളും ഉപഭോക്താക്കൾക്ക് അറിയില്ലെങ്കിലോ ആരും ചോദ്യം ചെയ്യാനില്ല. ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഈ കമ്പനികൾ നമ്മളെ പറ്റിക്കാതിരിക്കുകയും ഒരു പരിധി വരെ പറ്റിക്കുന്നുണ്ട്. ഒരു നേരിട്ട് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് പറ്റിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ പറ്റിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ അത് പരാതിപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വലിയ ഒരു ഉപഭോക്താക്കളും ഉൽപ്പാദകരും തമ്മിൽ വലിയൊരു അടി അല്ലെങ്കിൽ വലിയൊരു സംഘർഷം ഇല്ലാതിരിക്കുന്ന ഒരു എത്തിക്സിൽ പോകുന്നത്, ഒരു നൈതികത ഒരു മാന്യതയിൽ പോകുന്നത്. അപ്പോൾ അത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ച പൗരബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടപെടൽ ഉപഭോക്തൃ സംരക്ഷണത്തിൽ ഉണ്ടാകണം. അപ്പോൾ നല്ല ഉപഭോക്തൃ വിദ്യാഭ്യാസം കിട്ടിയ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്, നല്ല പൗരബോധമുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അതിൻ്റെ ഉപഭോക്തൃ സംരക്ഷണത്തിന് ആവശ്യമെന്നാണ് ഈ പാഠം പറഞ്ഞു വെക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.